അവളുടെ കാര്യത്തിലാണെങ്കിൽ ഭാഗ്യം ഏത് വഴിക്കാ തലയിൽ വന്ന് കേറുകയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ചെറിയും ഒന്നും മിണ്ടാതിരുന്നേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. നീ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, എവിടെയോ കിടക്കുന്ന കൊച്ചുങ്ങള് സമൂഹത്തിലെ വമ്പന്മാരുടെ മക്കളാന്ന് പറയുന്നത് ഒരു സ്ഥിരം കാഴ്ചയാ. ഓ, അത് സിനിമയിലല്ലേ ചെറിയമ്മേ. ഇനി ആ കാര്യം പറഞ്ഞ് പേടിപ്പിക്കല്ലേ. സംഗതി സത്യാണെങ്കിലേ നമ്മൾ രണ്ടുപേരുടെയും കണ്ണ് അവള് കുത്തിപ്പൊട്ടിക്കും. ആ മുത്തശ്ശിയാണെങ്കിൽ അതിന് കൂട്ടു നിൽക്കും. എന്ത് ജാതകോടി അവളുടേത്. അവൾ ഇവിടെ ഒരു മഹാറാണിയെ പോലെ പൊട്ടിച്ചിരിച്ചങ്ങ് വാഴുക. നമ്മളെ കൊണ്ടാണെങ്കിൽ ഒന്നിനും പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു പണി കൊടുക്കാന്ന് വെച്ചാ ഏറിയല്ലൊരു 2 മിനിറ്റ്, അതിനിടയില് അത് തിരിഞ്ഞ് നമ്മളെ കൊത്തും. ആ പ്രിയങ്കയാണെങ്കി പോയ വഴിയാ. അവള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രാധികയെ ദ്രോഹിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കിട്ടിയേനെ. ഞാനേ അവളൊന്ന് വിളിച്ചോക്കട്ടെ. ഓ, എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. രാധികയെ നമുക്ക് കണ്ടുകൂടാന്നുള്ളത് സത്യ. പക്ഷേ അതിനേക്കാൾ പ്രശ്നം ആ പ്രിയങ്കയെ സഹിക്കാനാ. എന്ത് ചെയ്യാനാ? ആ ശത്രുവിന്റെ ശത്രുവും മിത്രവും നല്ലേ പറയാറ്. ഞാനേ ഒന്ന് വിളിച്ചോക്കട്ടെ. ഓ, ഇവളാണ്. എന്തിനാണാവോ വിളിക്കുന്നത്? ഹലോ. പ്രിയങ്ക, നീ എവിടെയാ? എന്നെ കാണാതെ ഉറക്കം കിട്ടില്ല എന്നൊന്നും പറഞ്ഞു കളയല്ലേ ഏട്ടത്തെ. നിങ്ങളുടെയൊക്കെ തനി സ്വഭാവം എന്താന്ന് മനസ്സിലാക്കിയിട്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന പാടെന്താണെന്ന് നീ കണ്ടതല്ലേ. ഇപ്പഴേ ഞങ്ങളെ പുറത്താക്കാനുള്ള കാര്യങ്ങളാ രാധിക ചെയ്തോണ്ടിരിക്കുന്നെ. അല്ല, നീയെല്ലാം മതിയാക്കിയോ? ഞാനൊന്നും മതിയാക്കിയിട്ടില്ല. ഞാനേ എല്ലാം തുടങ്ങിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോ എവിടെയാ ഉള്ളതെന്നറിയാവോ ഏട്ടത്തിക്ക്? ഞാനേ സിനിമ ലൊക്കേഷനിലാ. സിനിമ ലൊക്കേഷനിലോ? ഞാനിപ്പോ അഭിനയിക്കുന്ന പുതിയ പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ആഹാ, ഇതിനിടയിൽ ഇതൊക്കെ ഒപ്പിച്ചോ നീ? പ്രിയങ്കയെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് പ്രിയങ്ക തീരുമാനിച്ചാ അതിൽ പിന്നെ മാറ്റമൊന്നുമില്ല. എന്തായാലും ഏട്ടത്തി എന്നെ വിളിച്ച സമയം കൊള്ളാം. ഇന്നേ ഈ ലൊക്കേഷനിൽ ഒരു ഗംഭീര സംഭവം നടക്കാൻ പോവാ. എന്താ അത്? ഇവിടെ ഞാനും മുത്തശ്ശിയും ഉണ്ട്. കുറച്ചു മുൻപേ ഞങ്ങളുമായിട്ട് ഒരുത്തനെ ഉടക്കി. നമ്മളോട് ഇങ്ങോട്ട് ഉടക്കി കഴിഞ്ഞാ തിരിച്ചു പണി കൊടുത്തല്ലേ പറ്റൂ. ഞാനും മുത്തശ്ശിയും കൂടി അവനൊരു പണി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏട്ടത്തിയും ചെറിയമ്മയും അത് കാണണം. എങ്ങനെ? ഞങ്ങൾ അങ്ങോട്ട് വരാനോ? അയ്യോ, വേണ്ട വേണ്ട, നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരണ്ട. ഞാൻ എന്റെ മൊബൈലെ വേറൊരുത്തന്റെ കൈ കൊടുക്കാം. അവൻ നിങ്ങളെ വിളിക്കുമ്പോ ആ കോളൊന്ന് എടുത്താ മതി. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അത് ഏട്ടത്തി മാത്രം കണ്ടാ പോരാ. കണിമംഗലത്തെ ബാക്കി രാജാക്കന്മാരുണ്ടല്ലോ, അവരും കാണണം. അവര് കണ്ട് മനസ്സിലാക്കട്ടെ പ്രിയങ്കയെ ദ്രോഹിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതൊക്കെ വേണോ പ്രിയങ്ക? ഏട്ടത്തി പോയി എല്ലാവരെയും വിളിക്കും. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങ് കാണിച്ചു കൊടുക്ക്. ഞാനേ പുതിയ പടത്തിൽ അഭിനയിക്കുന്ന കാണുമ്പോഴേ എല്ലാവരും ഞെട്ടും. അതിന്റെ കൂടെ ഈ കാഴ്ച കൂടി കാണുമ്പോ രാധിക ഒന്ന് പേടിക്കും. എങ്കിൽ ശരി, എപ്പോഴാ? ഒരുപാട് വൈകൊന്നുമില്ല. ഏട്ടത്തി എല്ലാരും വിളിച്ചു കൂട്ടിക്കും. ആ ശരി. ശരി. ദുഷ്ടത്തിയാണെങ്കിലും കൃത്യസമയത്ത് ഉപകരിച്ചു. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എല്ലാവരും ഒന്ന് കാണട്ടെ. ഇവളെന്താ ഈ സംസാരിക്കുന്നേ? ചെറിയമ്മ കേട്ടതല്ലേ. അവൾക്ക് എന്തോ ഇവിടെ ഉള്ളവരെ കാണിച്ചു കൊടുക്കാനുണ്ട്. സുകുമാരി മുത്തശ്ശിയും ഒന്നിച്ചുള്ളതുകൊണ്ട് എന്തായാലും മോശമാവില്ല. നമുക്കേ എല്ലാവരും ഒന്ന് വിളിച്ചു കൂട്ടാം. നാണം കെട്ടാ തന്നെ നമുക്കെന്താ, അവൾക്കല്ലേ നാണക്കേട്. പിന്നെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആ എന്നാലും അവളും ഇടിക്കാണെന്ന് രാധികയെങ്കിലും ഒന്ന് അറിഞ്ഞോട്ടെ. നമുക്ക് വിളിച്ചു കൂട്ടാന്നേ.
മുത്തശ്ശി ദേ അവര് വന്നു. ആരാ ഡയറക്ടർ? ഡയറക്ടർ ഇവിടെ ഉണ്ട് സർ. എന്തിന്റെ ഷൂട്ടാ ഇവിടെ നടക്കുന്നത്? സിനിമയുടെ ഷൂട്ടിങ്ങാ. സാർ വരൂ വരൂ സർ. എക്സ്ക്യൂസ് മീ, വി ആർ ഫ്രം നർക്കോട്ടിക് സെൽ. ഗുഡ് ഈവനിങ് സർ. എന്താ കാര്യം? ഇവിടെ മയക്കുമരുന്നിന്റെ ഉപയോഗം നടക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യേണ്ടി വരും. സർ ഇവിടെ അത്ര ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല സർ. പിന്നെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ വി ആർ വെരി സോറി. കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. സോ പ്ലീസ് കോപ്പറേറ്റ്. ഇറ്റ്സ് യുവർ ഡ്യൂട്ടി സർ. ഓക്കെ. എടി അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ, നമുക്ക് മാറി നിൽക്കാം. അവൻ പെട്ടു മുത്തശ്ശി.